എല്ലാവർക്കും നമസ്കാരം. ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് ഏതാണെന്ന് അറിയാമോ? വില കൂടിയ പൂജകളോ വഴിപാടുകളോ ഒന്നും തന്നെയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തടസ്സങ്ങൾ വരാറുണ്ടോ? കൂടാതെ വിചാരിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് ചെയ്തു തീർക്കാൻ സാധിക്കാതിരിക്കാറുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ഗണപതി ഭഗവാന്റെ ഈ ഒരു വഴിപാട് ചെയ്തു നോക്കൂ. ആ വഴിപാട് എന്തുകൊണ്ടാണ് ഗണപതി ഭഗവാന് ഇത്രയും പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞു തരാം. ആയുർവേദത്തിൽ ഒരു മരുന്നായും കൂടാതെ ഹിന്ദു ആചാരങ്ങളിൽ പൂജയ്ക്കായും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കറുക. ദശപുഷ്പങ്ങളിലെ ഒരു ചെടിയാണ് കറുക. കറുകപ്പുല്ല് ഹൈന്ദവ പൂജകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. തുളസി കഴിഞ്ഞാൽ ഏറ്റവും അധികം പൂജയ്ക്കുപയോഗിക്കുന്ന ഒരു ചെടിയാണ് കറുക. ഗണപതി ഭഗവാനുള്ള പൂജയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കറുക തന്നെയാണ്. പൂവില്ലാത്ത കറുകയാണ് പൂജയ്ക്ക് ഉപയോഗിക്കാറ്. കറുകയുടെ പുക അന്തരീക്ഷത്തിൽ ശുദ്ധി വരുത്തുന്നതാണ്. കറുക ചൂടുന്നതുകൊണ്ട് ആദിവ്യാധികൾ ശമിക്കുന്നു എന്നും പറയപ്പെടുന്നു. കുട്ടികൾക്ക് ബുദ്ധി കൂടാൻ കറുക നീര് കൊടുക്കാറുണ്ട്. ചർമ്മരോഗങ്ങൾക്ക് കറുക കാച്ചിയ എണ്ണ തേക്കുന്നത് വളരെ നല്ലതാണ്. ഗണപതി ഭഗവാന് എങ്ങനെയാണ് കറുക ഇഷ്ടപ്പെട്ടത് എന്നുള്ള ഐതിഹ്യം പറയാം. ഒരിക്കൽ അനലാസുരൻ എന്ന ഒരു അസുരൻ സ്വർഗലോകത്ത് പ്രശ്നങ്ങളുണ്ടാക്കി. ഈ അസുരന്റെ കണ്ണിൽ നിന്നും വന്ന തീ കൊണ്ട് ദേവലോകം ചാമ്പലായി മാറി. ഈ അഗ്നിയിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ദേവന്മാർ ഗണപതി ഭഗവാനെ അഭയം പ്രാപിച്ചു. ഗണപതി ഭഗവാൻ അനലാസുരനുമായി യുദ്ധം ചെയ്തു. യുദ്ധവേളയിൽ ഗണപതി ഭഗവാന്റെ വിരാട രൂപം പുറത്തെടുത്ത ഭഗവാൻ അസുരനെ വിഴുങ്ങി. എന്നാൽ അസുരന്റെ ദേഹത്തുനിന്നും വമിച്ച അഗ്നി ഗണപതി ഭഗവാനെ വല്ലാതെ പൊള്ളിച്ചു. ഭഗവാന് വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഗണപതി ഭഗവാന്റെ ദേഹം മുഴുവൻ വളരെയധികം ചൂട് അനുഭവപ്പെട്ടു. ഈ അസുരന്റെ താപത്തിൽ നിന്നും രക്ഷ നേടാനായി ചന്ദ്രഭഗവാൻ ഗണപതിയുടെ തലയ്ക്കുമീതെ തണലായി നിന്നു. വിഷ്ണു ഭഗവാൻ താമരപ്പൂവ് നൽകി. ശിവഭഗവാൻ വയറിന് ചുറ്റും ആശ്വാസം നൽകാൻ നാഗത്തെ നൽകി. ഇതൊക്കെ ചെയ്തിട്ടും ഗണപതി ഭഗവാന് ഒരു ആശ്വാസവും ഉണ്ടായില്ല. അതിനുശേഷം പല ദിക്കുകളിൽ നിന്നും വന്ന മഹാമുനിമാർ ഗണപതി ഭഗവാന് 21 കറുകപ്പുല്ലുകൾ നൽകി. അപ്പോൾ തന്നെ ഗണപതി ഭഗവാന് ചൂടിൽ നിന്നും വളരെയധികം ആശ്വാസം ലഭിച്ചു. ഇതേ തുടർന്ന് കറുകപ്പുല്ലുകൊണ്ട് പൂജ നടത്തിയാൽ അവരിൽ താൻ പ്രസന്നനാകും എന്ന് വരവും നൽകി. അതുകൊണ്ട് തന്നെ 21 കറുക കൊണ്ടുള്ള പൂജയാണ് ഏറ്റവും വിശേഷപ്പെട്ടത്. ഇത് ഒരുമിച്ച് കെട്ടി വെള്ളത്തിൽ മുക്കി ശുദ്ധിയാക്കി ഗണപതി ഭഗവാനെ പൂജിക്കണം. ഏതൊരു കാര്യവും തുടങ്ങുന്നതിനു മുമ്പ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് കാര്യവും മംഗളകരമായി അവസാനിക്കാൻ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം അത്യാവശ്യമാണ്. ഗണപതി ഭഗവാന് വളരെയധികം വഴിപാടുകൾ ഉണ്ട് എങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കറുകമാല ആണ്. കുടുംബ ഐശ്വര്യം, കീർത്തി, വിദ്യാഭ്യാസം, തൊഴിൽ തടസ്സങ്ങൾ, വിവാഹ തടസ്സം കൂടാതെ സർവവിഘ്നനാശം ഇവയ്ക്കെല്ലാം ഭക്തർ കറുകമാല സമർപ്പിക്കുന്നു. അധികം ധനനഷ്ടം ഒന്നും ഇല്ലാത്ത ഈ ഒരു വഴിപാട് കഴിച്ചാൽ നമ്മൾ ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കും. ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് കഴിക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ വീട്ടിൽ ഗണേശ വിഗ്രഹമോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അതിന് താഴെ 21 കറുക പുല്ല് സമർപ്പിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. ക്ഷേത്രത്തിൽ പോകുന്നവർ നല്ല ഈശ്വരവിശ്വാസത്തോടെ കറുകമാല സമർപ്പിച്ചാൽ അത് വളരെ ഉത്തമമാണ്. കൂടാതെ ഒരു പോസിറ്റിവിറ്റിയും തരുന്നതായിരിക്കും. രോഗശാന്തിക്കും
മരുന്നു കഴിക്കുന്നതിൻ്റെ ഫലപ്രാപ്തിക്കുമായി കറുകമാല സമർപ്പിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. മിക്ക ക്ഷേത്രങ്ങളിലും ഒരു പ്രധാന പ്രതിഷ്ഠയായിട്ട് ഗണപതി ഭഗവാൻ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്ഥാനം എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതി ഭഗവാന് ഉണ്ട്. നിറഞ്ഞ ഭക്തിയോടെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ജീവിതത്തിലുള്ള വിഘ്നങ്ങളും മനസമാധാനവും നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി ആശംസിക്കുന്നു.